ഇസബെല്ല എന്ന ഈ പെൺകുട്ടിക്ക് 3 സഹോദരന്മാരുണ്ടായിരുന്നു. അച്ഛന്റെ മരണശേഷം സഹോദരന്മാരാണ് കച്ചവടകാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത്. ഇവർ ജോലിക്ക് നിർത്തിയ ഒരു യുവാവായിരുന്നു ലോറൻസോ. ലോറൻസോയും ഇസബെല്ലയും പതുക്കെ പതുക്കെ അടുക്കാൻ തുടങ്ങി. അത് പ്രണയമായി മാറി. അധികം വൈകാതെ ഇവരുടെ ബന്ധം സഹോദരങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ അവരൊന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. കച്ചവട ആവശ്യങ്ങൾക്ക് പോകുന്നു എന്ന് ഇസബെല്ലയോട് പറഞ്ഞ് ലോറൻസോയെയും കൂട്ടി ഇവർ പോയി. തിരിച്ചു വന്നപ്പോൾ ലോറൻസോ ഇല്ല. അവനെ മറ്റൊരാവശ്യത്തിന് പറഞ്ഞയച്ചു എന്ന് ഇസബെല്ലയോട് സഹോദരന്മാർ പറഞ്ഞു. ലോറൻസോയെ മാത്രം ഓർത്തു കഴിഞ്ഞ ഇസബെല്ല പെട്ടെന്നൊരു ദിവസം ഒരു സ്വപ്നം കണ്ടു. ലോറൻസോയെ തന്റെ സഹോദരങ്ങൾ കൊന്ന് ഒരിടത്ത് കുഴിച്ചിട്ടിരിക്കുകയാണെന്ന്. ഇസബെല്ല സ്വപ്നത്തിൽ കണ്ട സ്ഥലം നോക്കിപ്പോയി. ലോറൻസോയുടെ മൃതദേഹം കണ്ടെത്തി. മുഴുവനായും അവനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ തല മുറിച്ചെടുത്ത് തുണിയിൽ പൊതിഞ്ഞ് ഇസബെല്ല അത് വീട്ടിൽ കൊണ്ടുവന്നു. തുണിയിൽ പൊതിഞ്ഞ അവന്റെ തല ഒരു വലിയ പൂച്ചട്ടിയിൽ വെച്ച് മണ്ണ് നിറച്ചു. ബേസിൽ ചെടിയും നട്ടുപിടിപ്പിച്ചു. ബൊക്കേഷിയോടെ ഡെക്കാമറോണിലുള്ള ഒരു കഥയാണിത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയ പെയിന്റിംഗ് ആണ് ഇസബെല്ല ആൻഡ് ദ പോട്ട് ഓഫ് ബേസിൽ.